99 ശാസ്താംകോട്ട DB കോളേജ് ഡിഗ്രിക്ക് വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് പ്രൊഫഷണലായിട്ട് ഇറങ്ങുന്നത്. അതിന് കാരണക്കാരൻ ഇന്ന് ആള് നമ്മളോടൊപ്പം ഇല്ല, PS ബാനർജിയാണ്. അന്ന് കോളേജിൽ നാടോടി എന്ന് പറയുന്നൊരു ലഘു നാടകങ്ങളും ഒക്കെ വെച്ചിട്ട് അന്നത്തെ ആനുകാലിക പ്രസക്തമായ സംഭവങ്ങൾ വെച്ചിട്ട് പ്രതിഷേധാർഹമായ ലഘു നാടകങ്ങളൊക്കെ കളിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു, പ്രകാശ് കുട്ടൻ എന്ന് പറയുന്ന അണ്ണൻ്റെ നേതൃത്വത്തിൽ. അതിനകത്ത് ബാനർജി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകങ്ങളുടെ ഗ്യാപ്പിൽ അവൻ ഇടയ്ക്ക് ഈ നാടൻപാട്ട് പാടുമായിരുന്നു. അങ്ങനെ അവരത് കുറച്ചുകൂടെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്താൽ എന്താ, ഈ നാടൻപാട്ട് മാത്രം ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അന്ന് ആ സമയത്ത് ബാനർജി ഒറ്റയ്ക്കായിരുന്നു ഈ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ പാടുന്നത്. അവനുള്ളായിരുന്നു പാടാൻ. അതിനു മുമ്പേ ബാനർജി എനിക്കറിയാം. ഞാൻ VHSക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ നാടക മത്സരത്തിന് നാടകം എടുക്കാൻ വന്ന ഇവരായിരുന്നു. അപ്പോൾ അതിനകത്ത് തുടക്കം ആദിയില്ലല്ലോ എന്ന് പറയുന്ന പാട്ട് പാടി നാടകം തുടങ്ങുന്നത്, ഞങ്ങൾ എൻട്രി ആവുന്ന സ്റ്റേജിലേക്ക്. അങ്ങനെ ഞാനും ബാനർജി, സുധി, ഞങ്ങൾ കുറേ, ശശീന്ദ്രബാബു, ഇവർ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. ഒരുമിച്ച് ഞങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിരവധി വേദികളിൽ അന്ന് ജീപ്പൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിരളിലെണ്ണാവുന്ന നാടൻപാട്ട് സംഘമൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഡൈനാമിക് ആക്ഷനിൽ നിന്ന് മാറിയതിന് ശേഷം കുട്ടുപ്പസാറ് തായില്ലോ എന്ന് പറയുന്നൊരു ടീം ഫോം ചെയ്തു. കരിന്തലക്കൂട്ടമുണ്ട്, പിന്നെ പാലക്കാട് ടീമുണ്ട്. അങ്ങനെ വിരളിലെണ്ണാവുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 സംഘത്തിനകത്തേ ഉള്ളൂ അന്ന്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ യുവാക്കളിൽ നിന്ന് ഈ മേഖലയിലേക്ക് വരുന്ന 2 വ്യക്തികളായിരുന്നു ഞങ്ങളെന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അന്ന് കുട്ടുപ്പസാറൊക്കെ ഭയങ്കരമായ പ്രോഗ്രാം മൊത്തത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതെ, ഞാൻ കുഞ്ഞുനാളിൽ ദൂരദർശനിൽ കുറേ ഫോറിനേഴ്സ് ഇരിക്കുന്നു. അവരുടെ മുന്നിൽ ഒരു വെള്ള ജുബ്ബയിട്ട് ഒരു 4-5 കലാകാരന്മാർ വേർത്തൊലിച്ച്, അന്ന് ഇതുപോലെ ക്യാമറയും മേക്കപ്പ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നാടൻപാട്ട് പാടുകയാണ്. ആദ്യമായിട്ട് ഞാൻ നാടൻപാട്ട് കേൾക്കുന്നത് ദൂരദർശനില്ല. അപ്പോൾ പാടുന്നൊരു കലാകാരനെ ഞാൻ ശ്രദ്ധിച്ചു. വളരെ മെലിഞ്ഞ ഒരു കലാകാരൻ, മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലായത് അത് ബാനർജി എന്ന വലിയൊരു കലാകാരനാണ്. നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹം. ബാനർജിയായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാനർജിയായിട്ട് എനിക്കൊരു ഏകദേശം ഒരു 95-99 വരെയുള്ള സൗഹൃദമായിരുന്നു ഉണ്ട്. ബാനർജിയുടെ പേരിൽ ഇപ്പോൾ ഒരു സ്ഥാപനം, അതെ, അത് ഭരണിക്കാവ് കേന്ദ്രമാക്കിയാണ് സ്ഥാപനം. അപ്പോൾ ഒരു 58 സെന്റ് വസ്തുവിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വസ്തു സ്വന്തമായി എഴുതിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. ഒരുപാട് നാടൻപാട്ടുകൾ ഇന്ന് കേരള ജനതയുടെ ഉള്ളിലുണ്ട്, പാടിപ്പതിഞ്ഞ പാട്ടുകൾ. ഇപ്പോൾ കുറച്ചുകൂടെ എല്ലാവരുടെ ഉള്ളിലേക്ക് ബ്ലാസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഒരുപാട് നാടൻപാട്ട് സംഘങ്ങളുമുണ്ട്. മത്തായിയുടെ നാടൻപാട്ട് ടീമിന്റെ പേരാണ് പാട്ടുപുര ശാസ്താംകോട്ട. അതെ, ഒരുപാട് പാട്ടുകളുണ്ടെങ്കിൽ മത്തായിക്ക് എപ്പോഴും പാടണം എന്ന് തോന്നാറുള്ള സ്റ്റേജിൽ ഈ പാട്ട് എനിക്ക് പാടണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ടേതാണ്. MN തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, കറുകച്ചാലുള്ള അദ്ദേഹം എഴുതി കുട്ടപ്പമാഷ് ഈണം പകർന്നൊരു പാട്ടാണ്. ലിറിക്കും ഭയങ്കര നല്ല രസമുള്ള ഒരു മ്യൂസിക്. അതായത് ഞാൻ മിക്കപ്പോഴും അതെൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന ടീമിൽ അംഗങ്ങൾ എപ്പോഴും എന്നെ വഴക്ക് പറയാറുണ്ട്, നീ എന്ത് പറഞ്ഞാലും ഉടനെ നീ അത്തം പൂത്തിറങ്ങി. കാരണം അതിൻ്റെ ഒരു രസമുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മെലഡി അത്. അത്തം പൂത്തിറങ്ങി താരാഞ്ഞടിപ്പൂ വിരിങ്ങി ചിത്തിരക്കതിരു കണ്ടേൻ താരാ ചന്ദിരം പൂക്കും പോലെ. അത്തം പൂത്തിറങ്ങി താരാഞ്ഞടിപ്പൂ വിരിങ്ങി ചിത്തിരക്കതിരു കണ്ടേൻ താരാ ചന്ദിരം പൂക്കും പോലെ. ചെമ്മാനപ്പൂവിറുപ്പിൽ പണ്ടുത്തരാടം വിരിഞ്ഞ് ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനും. ചെമ്മാനപ്പൂവിറുപ്പിൽ പണ്ടുത്തരാടം വിരിഞ്ഞ് ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനും. എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടെന്നു തന്തോയിപ്പ, കൂട്ടക്കുരവയുണ്ട് താരാ ഒട്ടേറെ കോശമുണ്ട്. തിത്താം തെയ്തകാരാ തെയ്തകതാരാ തിത്താം തെയ്തകാരാ തകതെയ്യത്തിനുന്തകാരാ 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 തകതെയ്യത്തിനുന്തകാരാ. ഏത് ഷോ നടന്നാലും, ഉദാഹരണത്തിന് ബാൻഡാകാം, ഗാനമേള ആകാം, പിന്നണി ഗായകരുടെ പ്രോഗ്രാം ആകാം, അതിൽ നാടൻപാട്ട് പാടാത്ത കലാകാരന്മാരില്ല. ഇപ്പം നാടൻപാട്ട് ഭയങ്കര ആൾക്കാർ, റിമി ടോമി ആണെങ്കിലും സ്റ്റീഫൻ ദേവസി ആണെങ്കിലും ഇവിടുത്തെ ബാൻഡുകളാണെങ്കിലും എല്ലാം എടുക്കുന്നത് ജനങ്ങളുടെ ഉള്ളിൽ ഏറ്റവും ട്രെൻഡായിട്ട് വരുന്ന നാടൻപാട്ടാണ്. ശരിയല്ലേ? അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ നാടൻപാട്ടിനെ സെലക്ട് ചെയ്യാൻ കാര്യം? നാടൻപാട്ടിനെ സെലക്ട് ചെയ്യാൻ ഓൾറെഡി നമ്മളെല്ലാം എല്ലാവരും ജന്മന തന്നെ എല്ലാവരിലും ഒരു ബേസിക് ഋതുമുണ്ട്, ബേസിക് സംഗീതമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട്
യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചെണ്ടമേളം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഷൂവിനകത്തൂടെ തള്ളവിരലിൽ താളം പിടിക്കാതെ പോകത്തില്ല. അതാണ് ആ ട്രഡീഷണൽ ഇടയിലിട്ട് ആ ട്രഡീഷണൽ മ്യൂസിക്കിന്റെ അല്ലെ ആ ഋതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരിലും ആ ട്രഡീഷണൽ മ്യൂസിക് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ അർത്ഥതലങ്ങളും അതിന്റെ വൈകാരികതയൊക്കെ വേറെ ആയിരിക്കാം. കുറേ അനുഭവങ്ങളും കുറേ ആൾക്കാരുടെ ജീവിതവും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നിറഞ്ഞതായിരിക്കാം. പക്ഷെ അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ, അവരുടെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ പറയുന്നത് എപ്പോഴും സിമ്പിളായിട്ടുള്ള ലിറിക്കിലൂടെയാണ്. നമുക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. അതിന്റെ ലിറിക്ക് കൺവേ ചെയ്യാൻ പ്രതിഷേധങ്ങൾ പറ്റും. ഒരുപാട് ആ, പറയുന്ന ആ, പാട്ടുകളുണ്ട്. അതെ അതെ. സ്വതന്ത്രമായി സംസാരിക്കാൻ, പ്രതികരിക്കാൻ, വർത്തമാനം പറയാൻ, ഉച്ചത്തിൽ പാടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാർ, കുറേയേറെ മനുഷ്യർ അവരുടെ പ്രതിഷേധത്തെ, അവരുടെ പ്രത്യാശയെ, അവരുടെ സ്വപ്നത്തെ, അവരുടെ ലക്ഷ്യത്തെ, സങ്കടങ്ങളെയൊക്കെ അവർ പാടി അവരാ അതെല്ലാം ഇങ്ങനെ പാടിക്കൊണ്ടേ വരുന്നത്. പക്ഷെ അവർക്കൊരു, എനിക്ക് തോന്നുന്നു അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഒരു തലമുറ ഇവിടെ ഉണ്ടാവും ഇത് പാടി പ്രചരിപ്പിക്കാൻ. അന്ന് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ വേഷവിധാനങ്ങളോടുകൂടി, ആ കാലഘട്ടത്തിൻ്റെ എല്ലാ പകിട്ടോടും കൂടി ഈ പാട്ടുകൾ പാടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാകാം ഉണ്ട്. എന്ന് അവർ സ്വപ്നം കണ്ടിരിക്കാം.